ഹായ് അസ്സാമു അലൈക്കും. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അടിപൊളി റെസിപ്പീസും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ആക്കിക്കണേ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ കണ്ടോക്കാം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡും മുട്ടയും കൂടി ടോസ്റ്റ് ചെയ്തത് മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മക്കൾക്ക് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ മക്കൾ സ്കൂൾ പോക്കും ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് തീർക്കട്ടെ. ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലും കൂടിയും കയ്യിൽ പിടിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ ക്ലീനിങ് കഴിയും കേട്ടോ. ഇതിലിപ്പോൾ ഡിഷ് വാഷ് ലിക്വിഡും പിന്നെ കുറച്ച് വിനെഗറും പിന്നെ കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ലിക്വിഡാണ് കേട്ടോ അത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ ക്ലീനിങ് കഴിയും ചെയ്യും, നല്ല ക്ലീൻ ആവും ചെയ്യും. ഇനിയിപ്പോൾ ഞാൻ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കുക്കീസിൻ്റെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടി അവിടെ ഞാൻ 150 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിരുന്നത്. അത് റൂം ടെമ്പറേച്ചറിലാവണം കേട്ടോ. പിന്നെ ഇതാ 1 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് ഓയിൽ. ഇനിയിപ്പോൾ ഇതെല്ലാതും കൂടി നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ അതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് ഇതാ 2 കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. 2-2.25 കപ്പ് വരെ മൈദ എടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഇത് ബദാമും അതുപോലെ കാഷ്യൂവും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചതായിരുന്നു. അത് നമ്മൾ അളവിനനുസരിച്ചിട്ട് എത്രയാണ് വേണ്ടത് വെച്ചാൽ എടുക്കാം കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിരിക്കണം. ഇനിയിപ്പോൾ എല്ലാതും കൂടി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുത്തുകണേ. ഇനിയിപ്പോൾ നമ്മൾ ഈ കുഴച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാവ് ഒരു ബട്ടർ പേപ്പറിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക.
ഇപ്പോൾ അതിൻ്റെ മുകളിൽ വേറൊരു ബട്ടർ പേപ്പറും കൂടി വെച്ചിട്ട് അത് നല്ല ഒരേ തിക്കിലൊന്ന് പരത്തിയെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അത് അങ്ങനെ ഷേപ്പാക്കിയിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്ന് സ്ക്വയറിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിതാ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തത്. ഇനിയിപ്പോൾ അത് 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കുക്കീസ് റെഡിയായി. നമ്മൾ ചൂടാറിയതിന് ശേഷം അങ്ങനെ എടുത്താൽ മതി കേട്ടോ. ചൂട് കൊടുക്കുന്ന ഇടുമ്പോൾ അതിങ്ങനെ പൊടിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ട് അതിലും കൂടി ഒന്ന് ഡിപ്പ് ചെയ്തിരിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ. അല്ലാതെ തന്നെ ടേസ്റ്റ് ഉണ്ട്. ഇത് ചോക്ലേറ്റ് ഉണ്ടായപ്പോൾ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ വൈകുന്നേരം ചിക്കൻ കബാബാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ചോപ്പറിലേക്ക് പകുതി ക്യാപ്സിക്കം, 2 പച്ചമുളക്, ഒരു കൈ നിറയെ മല്ലിയില, ഒരു 5-8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ വലിയ ഉള്ളി, ഇതൊന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കാം. അതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ച് ചിക്കൻ ഇതുപോലെ ഒന്ന് അരച്ച് വെച്ചിരിക്കണേ. ഇതൊരു 1/2 കിലോ ചിക്കൻ ഉണ്ടാവും. അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കൂട്ടിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്, പിന്നെ 1 ടീസ്പൂൺ തന്നെ ഒറിഗാനോ, 1 ടീസ്പൂൺ തന്നെ പാപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂണ് ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ റസ്ക് പൊടിയോ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നല്ലോണം കുഴച്ചെടുത്തതാണ്. ഇപ്പോൾ നമുക്കിത് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ ആക്കിയിട്ട് എടുക്കാം. നമുക്കിപ്പോൾ സ്ക്യൂവർമിലൊക്കെ കുത്തിയിട്ട് അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ റമദാനൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കിത് ഫ്രീസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. ഇതുപോലൊരു ബോക്സിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്ക് 2 ലെയറായിട്ടൊക്കെ അങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ എന്തായാലും ഫ്രീസ് ചെയ്തൊന്നും അങ്ങനെ വെക്കലില്ല. സ്നാക്ക് ഐറ്റംസ് ഒന്നും നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനത്തെ ഒക്കെ ക്ലീൻ ചെയ്ത് വെക്കുക എന്നല്ലാതെ ഇതുപോലെ സ്നാക്ക് ഐറ്റംസ് ഒന്നും ഫ്രീസ് ചെയ്ത് വെക്കലില്ല കേട്ടോ. അതങ്ങനെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കൽ തന്നെയാണ്. വേണ്ടവർക്ക് ഇതാ ഇതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു ഗ്രിൽ പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിരിക്കണേ. അത് നല്ലോണം ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഇതാ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നല്ല ചൂടായ ഓയിലിട്ടിട്ട് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ അല്ലേ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. തിരിച്ചു മറിച്ചിട്ടിട്ട് അതങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരു പുറം ഏകദേശം ആയിക്കണേ. അപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതാ 2 സൈഡും നല്ലപോലെ കുക്കായി വന്നിട്ട് ഇനിയിപ്പോൾ അത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതാ അടിപൊളി അദാന കബാബ് റെഡിയായി. അപ്പോൾ ഇനിയിപ്പോൾ റമദാനൊക്കെ അല്ലേ വരുന്നത്. അധികം ആൾക്കാരും എന്നും സ്നാക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഈ ഒരു റെസിപ്പിയും കൂടിയും അതിൽ ഉൾപ്പെടുത്തി നോക്കിട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.